ഈശോമിശിഹായ്ക്ക് സ്തുതി. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം നേരുന്നു. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഈശ്വരനെ ചേടി ഞാൻ അലഞ്ഞു, അവസാനം അതിൻ്റെ വാക്ക് ഇങ്ങനെ, അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം എന്ന പാട്ട് എല്ലാവർക്കും അറിയാം. ദൈവം ആത്മാവാണ്. ഉപനിഷത്തുകൾ പറയുന്നു, വസ്തുവിൽ ഊർജ്ജമെന്ന പോലെ, പഞ്ചസാരയിൽ മധുരമെന്ന പോലെ നമ്മിൽ ദൈവം വസിക്കുന്നു. ബൈബിൾ പറയുന്നു, നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണോ, ദൈവാത്മാവ് ഞങ്ങളിൽ വസിക്കുന്നു, അതിനെ പാപത്താൽ മലിനമാക്കരുത്. ദൈവം സ്നേഹമാണ്, പിതാവാണെന്നും ബൈബിൾ പറയുന്നു. ഖുർആനും പറയുന്നു, സകലതും സൃഷ്ടിച്ചത് ദൈവമാണെന്നും. ഭഗവത്ഗീത പറയുന്നു, ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ആത്മാവായി ദൈവം വസിക്കുന്നു, അതിനെ പാപത്താൽ മലിനമാക്കരുത്. വിവേകാനന്ദ സാഹിത്യ സർവം 4-ാം വോള്യത്തിൽ സ്വാമി വിവേകാനന്ദൻ ഈശോയെ ദൈവത്തിൻ്റെ വെളിപാടോ എന്ന് പറയുന്നു. ഭാരതീയ വിശ്വാസപ്രകാരം ആദിയിലുണ്ടായിരുന്ന ഓം എന്ന വചനത്തിൽ നിന്ന്, ശബ്ദത്തിൽ നിന്ന് സകലതും ഉളവായി. ബൈബിൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ഇതുതന്നെ പറയുന്നു. ആദിയിൽ വചനം, ശബ്ദമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലതും വചനത്താൽ ഉളവായി, വചനം രൂപമായി ഈശോ. നമ്മുടെ വചനം നമ്മെ കുറിക്കുന്നു. നമ്മുടെ വചനത്തെ നമ്മിൽ നിന്ന് വേർതിരിക്കാനാവില്ല. ദൈവവചനം ദൈവത്തെ കുറിക്കുന്നു, ദൈവവചനത്തെ ദൈവത്തിൽ നിന്നും വേർതിരിക്കാനാവില്ല. അതാണ് ഈശോ പറഞ്ഞതും, ഞാനും പിതാവും ഒന്നാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നുവെന്നും. നാം നമ്മുടെ ശക്തി ഊർജ്ജം വഴി പ്രവർത്തിക്കുന്നു. ദൈവം തൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് വഴി പ്രവർത്തിക്കുന്നു. പിതാവിനും പുത്രനും, പുത്രൻ ഈശോ, പരിശുദ്ധാത്മാവിനും പോലെ ത്രിത്വത്തിനും സമാനമായ വിശ്വാസം, ത്രിമൂർത്തി വിശ്വാസം, ബ്രഹ്മ വിഷ്ണു ശിവ വിശ്വാസം ഇന്ത്യയിൽ കാണാം. ഈശോയുടെ കുരിശിൽ ഹീബ്രു, ഗ്രീക്ക്, ലത്തിൻ ഭാഷകളിൽ INRI, അതിൻ്റെ ഫുൾഫോം യേസൂസ് നസ്രാനസ് റെക്സ് യുദേരം, ജീസസ് ഓഫ് നസ്രത്ത്, കിങ് ഓഫ് ജൂസ്, യൂതന്മാരുടെ രാജാവായ നസ്രാൻ ഈശോ എന്ന് എഴുതി വച്ചിരുന്നു. മധ്യ പൗരസ്ത്യദേശത്ത് പൊതുവെ അവസാനാക്ഷരം യേസ് ഉപയോഗിക്കില്ല. യേസു എന്ന പദം വന്നു. യേസു, യേശു. ഈശോ സംസാരിച്ച അറമായ ഭാഷയിലും മലയാളത്തിലും ഈശോ എന്ന പദം ഉപയോഗിക്കുന്നു. ചില ആഫ്രിക്കൻ ഭാഷകളിൽ യേസൂസ് എന്ന പദം ഉപയോഗിക്കുന്നു. പുരാതന ലത്തിൻ ഭാഷയിൽ ഐക്കും ജയ്ക്കും പൊതുവെ ഒരക്ഷരം മാത്രം. അത് അതേപടി ഇംഗ്ലീഷിൽ മാറ്റിയപ്പോൾ ജീസസ് ആയി. അറബിക്, സംസ്കൃതം, ഹിന്ദി, മറ്റു ധാരാളം ഭാഷകളിൽ ഈസ എന്ന പദം ഉപയോഗിക്കുന്നു. ഈശോ എന്ന തലക്കെട്ടിൽ ആദ്യം എഴുതിയ പുസ്തകമാണ് ഈശോ വ്യാസ ഉപനിഷത്ത്. ഈസാവ്യാസ ഉപനിഷത്ത്. മലയാളത്തിൽ രാമൻ, തമിഴിൽ ബഹുമാനം കുറിക്കാൻ രാമറാകും, ഹിന്ദി, സംസ്കൃതം ഭാഷകളിൽ രാം ആകും. ഈസനായും, ഈശനായും, ഈശ്വറായും, ഈശ്വരനായും, പരമമായ ഈശ്വരൻ പരമേശ്വരനായും, മഹത്തായ ഈശ്വരൻ മഹേശ്വരനായും മാറി വിവിധ ഇന്ത്യൻ ഭാഷകളിൽ. പുരാതന തമിഴ് ഗ്രന്ഥമായ മണിമേഖലയിൽ ഈസായുടെ അനുയായികളെ ഈസാനുവാദികൾ എന്ന് വിളിക്കുന്നു. മലയാളത്തിൽ നസ്രായൻ ഈശോയുടെ അനുയായികൾ നസ്രാണി എന്നറിയപ്പെട്ടു. ക്രിസ്ത്യൻ മലയാളത്തിൽ ക്രിസ്ത്യാനാകുന്ന പോലെ നസ്രായൻ പക്ഷക്കാർ നസ്രാണിയായി. ആദ്യ നൂറ്റാണ്ടിൽ മധ്യപൗരസ്ത്യദേശം റോമിൻ്റെ ആധിപത്യത്തിൽ സിറിയ പ്രവിശ്യയായിരുന്നു. സിറിയ മധ്യപൗരസ്ത്യദേശത്ത് സുറിയാണ്. സുറി ദേശത്ത് നിന്ന് ക്രിസ്തുമതം ഇന്ത്യയിലെത്തി. അപ്പോൾ അവിടുത്തെ ഭാഷയായ സുറി ദേശത്തെ ഭാഷയായ അറമായ നാട്ടിൽ സുറിയാനി എന്നറിയപ്പെട്ടു. ഇന്നും കേരളത്തിൽ പുരാതന സുറിയാനി, നസ്രാണി ക്രിസ്ത്യാനികൾ, പ്രധാനമായും സീറോ മലബാർ, മലങ്കര ഓർത്തഡോക്സ്, യാക്കോബായ, കൽദായ, ക്നാനായ, മാർത്തോമ, അവർ ആരാധനയ്ക്ക് സുറിയാനി ഉപയോഗിക്കാറുണ്ടോ? BC സമയം ഇന്ത്യയിൽ വ്യാപകമായി യഹൂദ സാന്നിധ്യമുണ്ടായിരുന്നു. BC സമയം ബുദ്ധമത പ്രചരണം നടത്തുവാൻ അശോക ചക്രവർത്തി എഴുതിയ ശിലാലിഖിതത്തിൽ അറമായ, ഗ്രീക്ക്, പ്രാകൃതിക് ഭാഷകൾ ഉപയോഗിച്ചു. ബൈബിൾ പുസ്തകം അപ്പസ്തോല പ്രവൃത്തികൾ വായിച്ചാൽ ആദ്യ പെന്തക്കോസ്ത ദിവസം ജെറുസലേമിൽ ലോകം മുഴുവൻ നിന്നുള്ള വിവിധ ഭാഷകൾ അറിയുന്ന യഹൂദർ സമ്മേളിച്ചിരുന്നുവെന്നും അവരിൽ ധാരാളം പേർ നസ്രാനീശോയുടെ മാർഗം സ്വീകരിച്ചുവെന്നും പറയുന്നു. സ്വാഭാവികമായും അവർ തിരിച്ചു വന്നപ്പോൾ അവർ സാധാരണക്കാരായ യഹൂദർ വഴിയും ഈശോയുടെ ശിഷ്യർ വഴിയും ക്രിസ്തുമതം ലോകം മുഴുവൻ വ്യാപിച്ചു. ബൈബിൾ പുസ്തകങ്ങളും ഇന്ത്യൻ വിശുദ്ധ ഗ്രന്ഥങ്ങളും തമ്മിൽ ധാരാളം സമാനതകൾ കാണാം. ബൈബിൾ പുതുനിയമത്തിൽ ഈശോ പറഞ്ഞ ദർശനങ്ങളും ഉപനിഷത്ത് ദർശനങ്ങളും തമ്മിൽ ധാരാളം സമാനതകളുണ്ട്. ബൈബിൾ ലേവ്യർ പുസ്തകത്തിലെ നിയമങ്ങളും ആചാരങ്ങളും ഇന്ത്യയിലെ മനുസ്മൃതിയിലെ ആചാരങ്ങളും നിയമങ്ങളുമായി ധാരാളം സമാനതകളുണ്ട്. ബൈബിൾ പുസ്തകം സുഭാഷിതങ്ങളും തമിഴ്നാട്ടുകാർ എപ്പോഴും ഉരുവിടുന്ന തിരുക്കുറൾ എന്ന ഗ്രന്ഥത്തിലെ എഴുത്തുകളും തമ്മിൽ ധാരാളം സമാനതകളുണ്ട്. യഹൂദർ BC സമയത്തും AD സമയത്തും പല സമയങ്ങളിൽ പല കാരണങ്ങളാൽ ലോകം മുഴുവൻ കുടിയേറിയിട്ടുണ്ട്. ഇന്ത്യയിലും വന്നു. അവരിൽ BC സമയം കുടിയേറിയവർ മിക്കവാറും ആ സംസ്കാരങ്ങളുമായി മിക്സായി. എങ്കിലും ചില സമാനതകൾ നിലനിൽക്കുന്നു. അവരിലെ പുരോഹിത ലേവി ഗോത്രക്കാർ ഇന്ത്യയിൽ പുരോഹിതന ബ്രാഹ്മണ ഗോത്രമായും ജപ്പാനിലെ ഷിൻഡോ പുരോഹിതരായും മാറി. 3 വിഭാഗം പുരോഹിതരും ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിച്ച ദേഹശുദ്ധി വരുത്തുന്നു. എന്നാൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ബുദ്ധമതത്തിൽ ഈ ആചാരമില്ല. പുരാതന ലേവി പുരോഹിത വസ്ത്രധാരണയെപ്പറ്റി ബൈബിൾ പറയുന്നു.
അത് അര മുതൽ തുട വരെയുള്ള ചണവസ്ത്രം വിയർപ്പുണ്ടാക്കുന്നതൊന്നും അവർ ധരിക്കരുത്. ഇന്ത്യയിൽ ഇന്നും ബ്രാഹ്മണ പുരോഹിതർ ദേവാലയത്തിൽ ഈ രീതിയിലാണ് വസ്ത്രം ധരിക്കുന്നത്. ഈ വസ്ത്രധാരണ രീതിയെപ്പറ്റി എസെക്കിയേൽ 44 അധ്യായം, പുറപ്പാട് 28 അധ്യായം വ്യക്തമായി പറയുന്നുണ്ട്. AD 70 AD 130 റോമക്കാർ ഇസ്രായേലിൽ വൻ യഹൂദ വംശഹത്യ നടത്തി. അപ്പോൾ യഹൂദർ വൻതോതിൽ ലോകം മുഴുവൻ പലായനം ചെയ്തു, ഇന്ത്യയിലും വന്നു. അവർ യഹൂദർ എന്ന പേരിൽ തന്നെ ലോകം മുഴുവൻ അറിയപ്പെട്ടു. അവരിൽ നല്ലൊരു ശതമാനം ആളുകൾ AD 1948 ഇസ്രായേൽ പുനർജന്മം കൊണ്ടപ്പോൾ തിരിച്ചുപോയി. ഇത് ബൈബിൾ പ്രവചന നിവൃത്തിയാണ്. എസെക്കിയേൽ 36-30 അധ്യായങ്ങളിൽ പ്രവചിച്ചതാണ് ഇസ്രായേൽ ലോകത്തിൻ്റെ അടയാളം. ബൃഹദാരണ്യക ഉപനിഷത്തിൽ മഹത്തായ ഒരു പ്രാർത്ഥനയുണ്ട്. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുട്ടത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഈശോ ബൈബിൾ പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്. ബൈബിൾ പുസ്തകം ജെറമ്യാ പറയുന്നു, ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ്. ഈശോ പറഞ്ഞു, എൻ്റെ ഭവനം സകല ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമാണ്. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.